നെഗറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ വൈബ്രേഷൻസ്, നമ്മുടെ വാക്കുകളാണ് നമ്മുടെ വൈബ്രേഷൻസ്, നമ്മുടെ ദുഃഖങ്ങളാണ് നമ്മുടെ വൈബ്രേഷൻസ്. കേട്ടോ, നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മുടെ വൈബ്രേഷൻസ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന കാലയളവിൽ നമ്മുടെ വൈബ്രേഷൻസ് എന്താണോ, നമ്മളെപ്പോഴും ദുഃഖത്തിലാ, എപ്പോഴും പരാതി, പരിഭവം, ദുഃഖം, സങ്കടം, വിഷമം, അല്ലെ, കോപം, അസൂയ, വെറുപ്പ്, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു വൈബ്രേഷൻസ് നമ്മുടെ വീട്ടിൽ ഉണ്ട്. നമ്മുടെ വീട്, നമ്മുടെ ഓരോ റൂമിലും നിറഞ്ഞു നിൽക്കും. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മറ്റ് വ്യക്തികൾക്ക് അത് അഫക്റ്റ് ചെയ്യും. ചെറിയ കുട്ടികൾ ഓൾസോ, ചെറിയ കുഞ്ഞു കുട്ടികൾക്കേ, ഉണ്ടായ കുട്ടികളുണ്ടല്ലോ, ചില കുട്ടികളൊക്കെ കടന്ന് ഭയങ്കരമായിട്ട് കാറൂലേ, അത് നമ്മുടെ ആ വീട്ടിലെ വൈബ്രേഷൻസിനെയാണ്. വീട്ടിൽ പോസിറ്റീവ് വൈബ്രേഷൻസ്, വീട് ശാന്തമാണ്, കുട്ടിയുടെ കൂടെയുള്ള ആള് ശാന്തമാണെങ്കിൽ ആ കുട്ടി ശാന്തമാണ്. കുട്ടിക്കും, കാരണം ഇപ്പൊ അമ്മ ശാന്തമാണെങ്കിൽ അമ്മയുടെ മുലപ്പാല് ശാന്തമായിരിക്കും, ആ കുട്ടിക്ക് അത് കിട്ടുന്നത് ശാന്തതയായിരിക്കും കിട്ടുന്നത്, ലവ് ആയിരിക്കും കിട്ടുന്നത്. അമ്മ ടെൻഷൻ ആണെങ്കിൽ, അമ്മയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ടെൻഷനാകും. അപ്പൊ എന്താണ്, കുട്ടിക്കും ആ ടെൻഷൻ കിട്ടുന്നുണ്ട്, അല്ലെ? അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ ഇതാണ് അവസ്ഥ. അമ്മ ഏത് ഭാവത്തിലാണോ ഇരിക്കുന്നത്, അമ്മ ദുഃഖത്തിലാണോ, അമ്മയ്ക്ക് ആരെങ്കിലും സങ്കടം കൊടുക്കുന്നുണ്ടോ, അമ്മയെ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ, അമ്മ സീരിയൽ കാണുന്നുണ്ടോ, വയലൻസ് സിനിമ കാണുന്നുണ്ടോ, അപ്പം കുട്ടിക്ക് വേദന അനുഭവപ്പെടും. അമ്മ സീരിയൽ കണ്ടിട്ട് ഇരുന്ന് കരഞ്ഞാൽ കുട്ടി കരയും. കുട്ടിക്ക് ട്രോമാസ് കിട്ടി, കുട്ടീനെ പ്രോഗ്രാം ചെയ്തു, അവിടെ വെച്ച് തന്നെ, ഗർഭത്തിൽ വെച്ച് തന്നെ കുട്ടീനെ പ്രോഗ്രാം ചെയ്യുക, അല്ലേ? അമ്മേനെ പലരും വേദനിപ്പിക്കും, ആ, പല ആളുകളും വേദനിപ്പിക്കും. അമ്മ സ്വയം വേദനിക്കും, അമ്മ സ്വയം വേദനിക്കും, അമ്മ സീരിയൽ കണ്ടിട്ട് വേദനിക്കും, ബലാത്സംഗം കണ്ടിട്ട് വേദനിക്കും, സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് വേദനിക്കും. പലരും അമ്മയ്ക്ക് കൊടുക്കും വേദനകൾ. അവിടെയെല്ലാം അമ്മയ്ക്ക് വേദന കിട്ടുവാണേ. ചിലപ്പോൾ ഹസ്ബൻഡ് കള്ളുകുടിയനായിരിക്കും, അടിക്കുന്നവനായിരിക്കും, കൊടുത്തില്ലേ വേദന, കുട്ടിക്ക് കിട്ടിയ വേദന, അല്ലേ? അവിടെ വെച്ചാണ് വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഗർഭത്തിൽ വെച്ച് തന്നെ വൈകല്യം ഉണ്ടാവുകയാണ് കുട്ടിക്ക്. ബുദ്ധിമാന്ദ്യം സംഭവിക്കും, വികലാംഗനാകാം, ചെവി കേൾക്കാതെ വരാം, കണ്ണ് കാണാതെ വരാം, ബുദ്ധി കുറവ്, ശ്രദ്ധ കുറവ് എല്ലാം വരും. ക്യാൻസർ, എന്ത് വേണം സംഭവിക്കാം. എല്ലാം ഗർഭത്തിൽ വെച്ച് കിട്ടും കേട്ടോ. പിന്നെ പൂർവ്വജന്മമുണ്ട്, പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടുമുണ്ട്, രണ്ടുമുണ്ട്. അപ്പം ഒരു ഗർഭിണീനെ ഒരിക്കലും ഉപദ്രവിക്കരുത്. ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒന്നും ഉപദ്രവിക്കരുത്. അവരെ വളരെ ഹാപ്പി ആയിട്ട് വെക്കണം ഗർഭിണീനെ. അങ്ങനെ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ. എൻ്റെ ഭാര്യ ഗർഭിണിയാവുമ്പം എനിക്ക് നല്ലൊരു കുട്ടി ഉണ്ടാവണമെന്ന് ബോധ്യമുള്ള ഒരാൾ മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ. അല്ലെ കഴിക്കരുത്, ആ പരിപാടിക്ക് നിൽക്കരുത്. ആ ഗർഭിണീനെ മനോഹരമാക്കി സന്തോഷവതിയാക്കി വെക്കണം. പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ സ്ത്രീ ഈ സീരിയല്, വയലൻസ് സിനിമ, സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും കാണരുത്. ഹൊറർ മൂവീസ്, അതുപോലെ തന്നെ എന്താ, ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ, ഇതൊന്നും വായിക്കരുത്. നിങ്ങൾ വേദങ്ങൾ വായിച്ചു, നിങ്ങൾ ഏത് മതക്കാരാണോ ആ മതത്തിലുള്ള വേദങ്ങൾ വായിച്ചു, നോ പ്രോബ്ലം. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണോ, നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ എത്രയോ നല്ല പുസ്തകങ്ങളുണ്ട്. ആ സ്പിരിച്വൽ ആത്മീയതയിലുള്ള എത്ര പുസ്തകങ്ങളുണ്ട്, അത് വായിക്കും. ആ കുട്ടി നല്ല കുട്ടിയായിട്ട് വളരട്ടെ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കുട്ടിയായിട്ട് വളരട്ടെ. നാളെ നിങ്ങളെ നോക്കുന്ന, സ്വന്തം അച്ഛനെ അമ്മയെ നോക്കുന്ന ഒരു കുട്ടിയായിട്ട് വളർന്നു വരട്ടെ. അങ്ങനെ ഉള്ള കുട്ടികളാണ് ഈ സമൂഹത്തിൽ വേണ്ടത്. ഇത് നമ്മൾ കാണുന്നില്ലേ? സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാത്തിനും അടിമകളായി പോവില്ലേ? സ്നേഹത്തിന് വേണ്ടി പലരുടെയും പുറകെ ഓടുക, അല്ലേ? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പുറകിന് കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് അത് കിട്ടിയിട്ടില്ല, കിട്ടേണ്ട ഇടത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അമ്മയുടെ ഗർഭത്തിൽ ഇരുന്നപ്പം മുതൽ കുട്ടിക്ക് കിട്ടിയത് വേദനയാണ്. ആ വേദനയുടെ ആ ട്രോമാസ്, ആ മുറിവ്, ആ മുള്ളുകള് ഉള്ളി കിടക്കുക കുട്ടിയുടെ. അപ്പൊ അതിനു വേണ്ടി എവിടെ നിന്നാണോ കിട്ടുന്നത്, എവിടെയാണോ ഒരു സ്നേഹം ആരാണോ കാണിക്കുന്നത്, അങ്ങോട്ട് കുട്ടികൾ പോകും. മനസ്സിലായോ? അപ്പോൾ ഒരു ഗർഭിണിയെ മനോഹരമായിട്ട് നോക്കണം. അങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കാവുള്ളൂ, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. ഞാൻ കല്യാണം കഴിച്ചാൽ ഈ ഭർത്താവ്, ഈ വരുന്ന ചെക്കൻ എന്നെ പോറ്റാൻ തയ്യാറായവനാണോ, എനിക്ക് ചെലവിന് തരുമോ, എനിക്ക് സ്നേഹം തരുമോ, എനിക്ക് സെക്യൂരിറ്റി തരുന്നവനാണോ, അതിന് പ്രാപ്തി ഉണ്ടോ എന്ന് നോക്കിയിട്ടേ കല്യാണം കഴിക്കാവുള്ളൂ. എല്ലാവരും കല്യാണം കഴിക്കുന്നു എന്നും പറഞ്ഞിട്ട് ചാടിക്കയറി കല്യാണം കഴിക്കരുത്. അങ്ങനെ കഴിച്ചാൽ തീർന്നു. നമ്മൾ ഉണ്ടാക്കി വിടുന്ന തലമുറയാണ് അടുത്ത തലമുറ എന്ന് പറയുന്നത്, അല്ലേ? അവർ ഈ സമൂഹത്തിനെ നശിപ്പിക്കും. സമൂഹത്തിനെ നശിപ്പിക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളുമാണ്.
നമ്മൾ ഓരോരുത്തരുമാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുന്നത്. ഈ പ്രളയം ഉണ്ടാക്കുന്നവരാ നമ്മളാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നതിന് കാരണവരാ നമ്മളാണ്. അതിന് പറ്റിയ കുട്ടികളെ ഉണ്ടാക്കി വിടുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നതുകൊണ്ടാണ്. നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ മേല. സ്നേഹം എന്താണെന്ന് അറിയാൻ മേല. പ്രകൃതിയെ നശിപ്പിക്കുന്നു. അല്ലേ? പ്രകൃതി ആരാ? നമ്മൾ ഓരോരുത്തരും പ്രകൃതിയാണ്. ഓരോ മനുഷ്യനും പ്രകൃതിയാണ്. ഓരോ ജീവജാലങ്ങളും പ്രകൃതിയാണ്. സസ്യം, മരം, മറ്റ് ജീവജാലങ്ങള്, മൃഗങ്ങള്, മത്സ്യങ്ങള്, ഇതെല്ലാം പ്രകൃതിയാ. ഞാന്, നിങ്ങള് എല്ലാം പ്രകൃതിയാ. മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിച്ച ആ പ്രകൃതിനെയാണ് വേദനിപ്പിക്കുന്നത്. മനസ്സിലായോ? എല്ലാവരും പ്രകൃതി നശിപ്പിക്കുന്നു, പ്രകൃതി നശിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഏത് പ്രകൃതിയെ നശിപ്പിക്കുന്നത്? മനുഷ്യൻ പ്രകൃതിയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വേദനിപ്പിച്ചാൽ അത് പ്രകൃതിനെയാണ് നശിപ്പിക്കുന്നത്. പിടികിട്ടിയോ? അത് പ്രകൃതിനെയാണ് നശിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ മലയിടിച്ച് നിരത്തിയാൽ അല്ലെങ്കിൽ മണല് വാരിയാൽ മാത്രമല്ല പ്രകൃതി. ഓരോ ജീവജാലങ്ങളും പ്രകൃതിയാണ്. മറ്റൊരു നമ്മൾ പ്രകൃതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനർജി കൊണ്ട്, വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, കർമ്മം കൊണ്ട് എല്ലാം നമ്മൾ മറ്റുള്ളവരെ നശിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. പ്രകൃതിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ തിരിച്ചടി ഉണ്ടാവും. ഏത് ഊർജമാണ് ഇവിടെ കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്? നാശത്തിന്റെ ഊർജമാണോ? ദേഷ്യത്തിന്റെ ഊർജമാണോ? പകയുടെ ഊർജമാണോ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്? അതല്ലേ മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ, പ്രകൃതിയിൽ സംഭവിക്കുകയുള്ളൂ. ഇത് സൂക്ഷ്മമായിട്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പം നമ്മള് ഗർഭിണി ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പം ഫാസ്റ്റ് അവർ സ്വയം തിരിച്ചറിഞ്ഞവരായിരിക്കണം. അവനവനെ സ്നേഹിക്കുന്നവരായിരിക്കണം. അവനവനോട് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവർ മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകരുത്. നമ്മളും നശിച്ചു, അടുത്ത തലമുറയും നശിച്ചു. അല്ലാതെ അവർ കഴിക്കരുത്. പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നവര്. ഒരു വഴക്കുമില്ലേ. എല്ലാവരും പറയും ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഓരോ പഴഞ്ചൊല്ലുകൾ. അങ്ങനെയൊന്നുമല്ല. തട്ടിയും മുട്ടിയൊന്നും അല്ല. സ്നേഹത്തിൽ തന്നെ പോകാൻ പറ്റും. ഒരു ഭാര്യയും ഭർത്താവും വിചാരിച്ച സ്നേഹത്തിൽ തന്നെ പോകാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പറയണതാണ്, വെറുതെയാണ്. അവനവനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, മറ്റുള്ളവരെന്താണ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് ശരീരവും ആത്മാവും ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ചിന്തയും വികാരങ്ങളും നിറഞ്ഞ എപ്പോൾ വേണം എന്ത് വേണം സംഭവിക്കാവുന്ന ഒരു ശരീരമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാവത്തിൽ വ്യത്യാസം വരും, ചിന്തയിൽ വ്യത്യാസം വരും. കാരണം ഇത് ഹ്യൂമൻ ബോഡിയാണേ. ആരും മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ല. അവർക്ക് കിട്ടിയിട്ടുള്ള ട്രോമാസ് ആണ്, പൂർവ്വജന്മ കർമ്മ ഫലങ്ങളാണ്. അപ്പം എല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോവുക, സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും നമ്മൾ ചാടിക്കയറി കല്യാണം കഴിക്കരുത്. നമ്മൾ അതിന് പ്രാപ്തമായതിനു ശേഷം മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നശിക്കുന്നത് നമ്മളാണ്. കുറെ കുട്ടികളുണ്ടാവും. എന്നിട്ട് നാളെ ഭർത്താവ് കള്ളുകൂടിയനോ അടിക്കുന്നവനോ സംശയരോഗിയോ എന്തെങ്കിലുമൊക്കെ ആവും. പിന്നെ ഈ കുട്ടികളെയും ചുമന്നുകൊണ്ട് നമ്മൾ നടക്കേണ്ടി വരും. അല്ലേ? കുട്ടികളെയും ചുമന്ന് നമ്മൾ നടന്ന് പാടുപെട്ട് രോഗങ്ങള്, ദുഃഖങ്ങള്, പിന്നെ ഇതിനെയൊക്കെ പോറ്റാനായിട്ട് നമ്മൾ എന്തുമാത്രം പാടുപെടണം. അവരുടെ വിദ്യാഭ്യാസം, കാര്യങ്ങള്, കല്യാണ ചെലവ്, എന്തുമാത്രം പാടുപെടുന്നുണ്ട് ആളുകൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആളുകൾക്ക് വ്യക്തമായ ബോധം മതമോ ജാതിയോ ഒരു സംഘടനകളും കൊടുക്കുന്നില്ല. എല്ലാവരും ദൈവത്തെ വളർത്തിക്കൊണ്ടിരിക്കും. ദൈവം വലിയവരാണ്. ദൈവം എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഗ്രന്ഥങ്ങൾ എടുത്ത് നിങ്ങൾ തലയിൽ വെച്ചു, ഇപ്പൊ എല്ലാം ദൈവം നിങ്ങൾക്ക് കൊണ്ടുവരും. എന്നിട്ട് തിരിച്ചറിവുണ്ടായോ? ആർക്കെങ്കിലും ബോധം ഉണ്ടായോ? സ്വഭാവത്തിൽ മാറ്റം വന്നോ? ബുദ്ധിയിൽ മാറ്റം വന്നോ? ഒന്നും വന്നില്ല. സ്വഭാവത്തിലും ബുദ്ധിയിലുമാണ് മാറ്റം വരേണ്ടത്. ജീവിതം എന്താണെന്നാണ് പഠിക്കേണ്ടത്. ജീവിതമാണ് പുസ്തകം. ആ പുസ്തകത്തെയാണ് വായിക്കേണ്ടത്. നന്നായിട്ട് ജീവിക്കുകയാണ് വേണ്ടത്. അല്ല ദൈവത്തെ നമ്മൾ തലയിലെറ്റിക്കൊണ്ട് നടക്കുമല്ല. നമ്മളാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവമായി. അത്രേ ഉള്ളൂ. ദൈവം എന്ന് പറയുന്നത് നമ്മളിലുള്ള ജീവ ചൈതന്യമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ആത്മാവ് തന്നെയാണ് ജീവന്റെ രൂപത്തിൽ നമ്മളിൽ ഇരിക്കുന്നത്. നമ്മൾ പ്രോഗ്രാംഡ് ആയിപ്പോയത് കൊണ്ട്, നമ്മുടെ ഉള്ളിൽ കുറെ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് നമ്മൾ ഈശ്വരനാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഗർഭിണികളാണെങ്കിലും അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വയം ആലോചിക്കുക, ഞാൻ ഇതിന് പ്രാപ്തനാണോ? എങ്കിൽ മാത്രമേ നമ്മൾ കല്യാണം കഴിക്കാവൂ. അല്ലെ കഴിക്കരുത്. എത്ര തലമുറയെ നശിച്ചു പോകുന്നു. ആ ജീവിതം മുഴുവൻ നാശമായി പോവുക. സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ജീവിതം
ഭാര്യയ്ക്കും മക്കൾക്കും അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും സ്വന്തം അപ്പനും അമ്മയ്ക്കും ബന്ധുക്കാർക്കും സമൂഹത്തിനും സ്നേഹം കൊടുത്ത് ആത്മാർത്ഥത കാണിച്ച് മുന്നോട്ട് പോകേണ്ട ആളുകൾ ആവശ്യമില്ല ഒരു വിവരവും ഇല്ലാതെ പോയി കല്യാണം കഴിച്ചിട്ട് എത്രയോ തലമുറകളാണ് നശിച്ച് പോണത്, ട്രോമാസ് കിട്ടിയിട്ട്. അപ്പം വളരെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് ആലോചിക്കുക. അതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ എന്താണെങ്കിലും നേടാൻ വേണ്ടി ഓടുകയല്ല വേണ്ടത്. ആദ്യം നമ്മൾ സ്വയം മാറുക, നമ്മൾ ശുദ്ധമാകുക. നമ്മൾ ശുദ്ധമായി ആ ശുദ്ധമായ ഒരു പെണ്ണ് അല്ലെങ്കിൽ ശുദ്ധമായ ഒരു പുരുഷൻ എല്ലാവരും ഒരു കല്യാണം കഴിച്ച് മനോഹരമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. ഈ നിമിഷത്തിൽ ജീവിക്കുക, കുറെ ആളുകൾ വാർത്തെടുക്കുക, നല്ല രീതിയിൽ ജീവിക്കുന്ന. അപ്പൊ സൊസൈറ്റിയിൽ മാറ്റം വരും. നമ്മൾ കിടന്നുകൊണ്ട് കാറുന്ന കണ്ടില്ല, ആളുകൾ കിടന്ന് കാറുന്ന കണ്ടില്ലേ? സൊസൈറ്റിയിൽ അത് നടക്കുന്നു, ഇത് നടക്കുന്നു, അവിടെ കൊലപാതകം നടക്കുന്നു, ബലാത്സംഗം നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു. ഈ സമൂഹം ശരിയല്ല എന്ന് നമ്മൾ പറയുക. സമൂഹമല്ല ശരിയല്ലാത്തത്, നമ്മൾ ഓരോരുത്തരുമാണ് ശരിയല്ലാത്തത്. നമ്മൾ ഓരോരുത്തരും നന്നായാൽ മതി, അപ്പോൾ സമൂഹം നന്നാവും. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, കാഴ്ചയും കേൾവിയും അല്ലേ, ആരോഗ്യവും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ മറന്നിട്ട് നമ്മൾ വെറുതെ ജീവിതം കൊണ്ട് കളയുക. ഈ നിമിഷത്തിൽ ജീവിക്കുക, എന്ത് രസമാണ്. ഞാനിങ്ങനെ എന്തെങ്കിലും പറയാൻ തുടങ്ങി അങ്ങ് പറഞ്ഞു പോകും കേട്ടോ. ഓക്കെ ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കട്ടോ.